നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ മകളിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് പൊട്ടിത്തെറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീരസത്തോടെയാണ് അദ്ദേഹം ഈ ഒരു ചോദ്യത്തിന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തോന്നലുമായി നിങ്ങൾ നടക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CMRലെ 3 ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു. മാത്രമല്ല, ശശിധരൻ കർത്തയ്ക്കും സമൻസ് അയച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് EDയുടെ ചോദ്യം ചെയ്യൽ മകൾ വീണയിലേക്ക് എത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത്. ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ തോന്നലുമായി നിങ്ങൾ നടക്ക്, ബാക്കി നമുക്ക് പിന്നീട് പറയാം എന്ന് പറഞ്ഞ് മൈക്ക് ഓഫാക്കി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. അപ്പോഴായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. അതേസമയം കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കും മറുപടി മുഖ്യമന്ത്രി ഇന്ന് നൽകി. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പായതുകൊണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബാങ്കിൽ 117 കോടി നിക്ഷേപം തിരികെ കൊടുത്തു. 8.16 കോടി രൂപയുടെ പുതിയ വായ്പ നൽകി. 103 കോടി രൂപ വായ്പ എടുത്തവർ തിരിച്ചു നൽകി. തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പാണ്. കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചതും സംസ്ഥാന സർക്കാരാണെന്നും പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തനിക്ക് കള്ളം പറയുന്ന ശീലമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരുവന്നൂർ വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയത്. കേരളത്തിലെ സഹകരണ മേഖല തകർക്കുക എന്ന നിലപാടാണ് BJPക്കുള്ളതെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോകുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിച്ചുവെന്നും ഒരു വിട്ടുവീഴ്ചയും വകുപ്പും സർക്കാരും നൽകിയിട്ടില്ല എന്നും കരുവന്നൂർ ബാങ്ക് സാധാരണ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപകീർത്തിപ്പെടുത്തി ഞങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. തട്ടിപ്പ് കണ്ടെത്തിയത് സഹകരണ വകുപ്പാണ്. പ്രതികളുടെ സ്വത്ത് കണ്ടെത്താൻ നടപടിയും സ്വീകരിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിൽ പറഞ്ഞത്. എന്ത് പരിഹാസ്യമായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചതുകൊണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ പിന്നാക്കം പോവില്ലെന്നും ഞങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ച് സുരേഷ് ഗോപിക്ക് രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. ഞങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ജനം പണം നൽകുമെന്നും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നില്ലെന്നത് ശുദ്ധ അസംബന്ധമാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ആദായ നികുതി വിഭാഗങ്ങളുടെ പ്രവർത്തനം പ്രത്യേക ഉദ്ദേശത്തോടെയാണ് എന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. BJP ഇതര കക്ഷികൾക്കെതിരെ എന്ത് ചെയ്യാമെന്ന് ഗവേഷണം നടത്തുകയാണ് ഇവർ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം. കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. സംസ്ഥാനത്ത് BJP CPM ഡീലുണ്ടെന്ന ആരോപണം കോൺഗ്രസിന്റെ മോഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടുന്ന പാർട്ടിയല്ല CPM എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. BJPക്കെതിരെ അതിനിശ്ചിതമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM. കേന്ദ്ര ഏജൻസികൾ എന്താണ് കാണിക്കുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. KK ശൈലജ അടക്കം എല്ലാ ഇടത് സ്ഥാനാർത്ഥികൾക്കുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ ശൈലിയാണ്. വർഗീയതയുമായി സന്ധി ചേരാൻ ഒരു തരത്തിലും കോൺഗ്രസ് മടി കാണിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.